റോമൻ കത്തോലിക്ക സഭ മറിയത്തിന് വക്താവ്, സഹായി, ഉപകാരി, മധ്യസ്ഥ എന്നീ പദവികൾ നൽകുന്നതായി നാം കാണുന്നു. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള ഏക മധ്യസ്ഥൻ എന്ന യേശുവിൻ്റെ സ്ഥാനം വളരെ തന്ത്രപരമായി അപഹരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇത്തരം പദവികൾ മറിയത്തിന് നൽകുന്നത് തികച്ചും സത്യവിരുദ്ധവും ബൈബിൾ വിരുദ്ധവുമാണ്. യേശുക്രിസ്തുവിന് മാത്രമുള്ള ഇത്തരം പദവികൾ മറിയത്തിന് നൽകി റോമാസഭ ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിനെ തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വക്താവ്, അഭിഭാഷകൻ യേശുക്രിസ്തു മാത്രമാണ്. വക്താവ്, മധ്യസ്ഥൻ എന്നീ പദവികൾ വഹിക്കുന്ന വ്യക്തിയുടെ ചുമതല അന്യർക്കു വേണ്ടി വാദിക്കുക എന്നതാണ്. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വാദിക്കുക എന്ന മഹനീയ പദവിയിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ മാത്രമാണ് എന്ന് ബൈബിളിൽ പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ എന്ന പദവി ബൈബിൾ യേശുവിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ സഹായി യേശു മാത്രമാണ് എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. വിശ്വാസികൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വാദിക്കുക എന്ന മഹനീയമായ പദവി ബൈബിൾ ഒരിക്കലും മറിയത്തിന് കൊടുക്കുന്നില്ല. ഉപകാരി എന്ന വിശേഷണം ബൈബിൾ ആർക്കും കൊടുക്കുന്നില്ല. എന്നാൽ യേശുവിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥ എന്ന പദവി റോമാമതം മറിയത്തിന് നൽകിയിരിക്കുന്നു. മറിയത്തിൻ്റെ ഇടപെടൽ കൂടാതെ ഒരു കാര്യവും നടക്കില്ല എന്ന സ്ഥിതിയാണ് റോമൻ കത്തോലിക്ക വിശ്വാസികൾക്ക്. മറിയത്തിനും മനുഷ്യർക്കുമിടയിൽ അനേകം മധ്യസ്ഥരെയും അവർ തിരുകി കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ യേശുവിലേക്ക് കടന്നു വരുന്നതിന് റോമാമതം ജനങ്ങൾക്ക് അനേകം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വിശുദ്ധരോടുള്ള ഭക്തി എത്ര കൂടുന്നുവോ അതനുസരിച്ച് ഓരോ ഭക്തനും യേശുവിൽ നിന്ന് അകന്ന് പോകുന്നതായിരിക്കും. ഇവിടെയെല്ലാം അടിസ്ഥാനപരമായി നാം കാണുന്ന കാര്യം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ചില മനുഷ്യരെ ദൈവത്തെ പോലെ ഉയർത്തുവാനുള്ള ഒരു ശ്രമമാണ്. അത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത്തരുണത്തിൽ ഡിവൈൻ വോയിസിൽ മാർ ലോറൻസ് മുക്കുഴി ബിഷപ്പ് 2002 ഡിസംബറിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവം മറിയത്തെ നമുക്ക് മധ്യസ്ഥയായി നൽകി. മറിയം മധ്യസ്ഥ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം, യേശു മാത്രമല്ലേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായുള്ളൂ? മറിയത്തിൻ്റെ മധ്യസ്ഥം സ്വീകരിക്കേണ്ടതുണ്ടോ? നമുക്ക് സംശയം വേണ്ട. നമ്മുടെ മനസാക്ഷി ശുദ്ധവും വിശ്വാസം സ്പഷ്ടവുമായിരിക്കണം. മറിയം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം രക്ഷാകര പദ്ധതിയിൽ സഹായകയായതാണ്. തൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരിയാകാൻ മറിയത്തെ ദൈവം നിശ്ചയിച്ചതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് മറിയത്തെ അമ്മയായി സ്വീകരിക്കാം. മറിയം നമുക്ക് മാതൃകയും സഹായകയുമാണ്. തൻ്റെ അമ്മയുടെ സഹചർക്കായുള്ള സമർപ്പണം ലോകത്തോട് പറയുന്നത് കുരിശിൽ കിടക്കുന്ന യേശുവാണ്. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. സഭ ഇത് അംഗീകരിച്ച് ഏറ്റുപറയുന്നു. പരിശുദ്ധ മറിയം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അമ്മയാണ്. അവൾ തൻ്റെ മക്കളുടെ പാപപരിഹാരാർത്ഥം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്നത് അവൾ തൻ്റെ മക്കളുടെ പാപപരിഹാരാർത്ഥം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിനായി മുറിക്കപ്പെട്ടുകൊണ്ട് ശരീരത്തിലും ക്രിസ്തുവിനോടുകൂടെ കുരിശിൻ്റെ പാത സഞ്ചരിച്ച് സഹിച്ചുകൊണ്ട് മനസ്സിലും അവൾ ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം അനുഷ്ഠിച്ചു. നോക്കുക, മറിയം ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം അനുഷ്ഠിച്ചുവെന്ന് അദ്ദേഹം പറയുകയാണ്. വത്തിക്കാൻ സൂനഹദോസ് പഠിപ്പിക്കുന്നു, പരിശുദ്ധ മറിയം പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും മുക്തയായിരുന്നു, വരപ്രസാദ പൂർണ്ണയായിരുന്നു. അവൾ വിശ്വാസത്തോടും അനുസരണയോടും കൂടി രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണമായി സഹകരിച്ചു. ക്രിസ്തുവിൻ്റെ സഹനത്തോടും ബലിയോടും അവൾ സ്വയം പങ്കുചേർന്നു. ഇങ്ങനെ സകല ജനത്തിൻ്റെയും പാപപരിഹാരാർത്ഥം സമർപ്പിച്ച മറിയം
സഹരക്ഷകയായിത്തീരുന്നു. തിന്മയ്ക്കുമേൽ അവൾ വിജയം കൈവരിക്കുമെന്നത് പ്രവചനമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ പറയുന്നത്, പരിശുദ്ധ മറിയം സർപ്പത്തിൻ്റെ തല തകർത്ത് മനുഷ്യൻ്റെ തല ഉയർത്തുവാൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് നാം ശ്രദ്ധിക്കണം, അവിടെ ക്രിസ്തു ആണ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്. കത്തോലിക്കാ സഭ പറയുന്നുണ്ട്, പരിശുദ്ധ മറിയം സർപ്പത്തിൻ്റെ തല തകർത്ത് മനുഷ്യൻ്റെ തല ഉയർത്തുവാൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മറിയത്തെ ഈ കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെടുത്തി മഹത്വവൽക്കരിക്കുന്ന, വചനവിരുദ്ധമായി മഹത്വവൽക്കരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിക്കുന്നത്. വീണ്ടും പറയുന്നു, പാപപരിഹാരമായി മാറിയ മറിയത്തെ കണ്ടോ, പാപപരിഹാരമായി മാറിയ മറിയത്തെ സഭ ജീവിക്കുന്നവരുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുക. പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് അവളെ സകലത്തിൻ്റെയും രാജ്ഞിയായി മഹത്വീകരിച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രസ്താവിക്കുന്നു, ദൈവജനനിയായ പരിശുദ്ധ കന്യകാ മറിയം സകല വിശുദ്ധരെയേക്കാൾ കൂടുതൽ ആദരപൂർവ്വം വണങ്ങപ്പെടേണ്ടിയിരിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനോട് അവർക്കുള്ളത്ര അവഗാഢമായ ബന്ധം മറ്റാർക്കുമില്ല. ദൈവത്തിൻ്റെ തിരുസുതൻ്റെ പക്കലും അതുവഴി ദൈവപിതാവിൻ്റെ പക്കലും അവൾക്കുള്ളതിലുപരി മധ്യസ്ഥ ശക്തി മറ്റാർക്കുമില്ല. വരപ്രസാദപൂർണയാകയാൽ സകല സ്വർഗവാസികളെയും കാൾ കൂടുതൽ മഹത്വം അവൾക്കുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് മറിയത്തെ കത്തോലിക്കാ സഭ മഹത്വവൽക്കരിക്കുന്നത്. അപ്പോൾ യേശുവിനും ദൈവത്തിനും ഒക്കെ ഇടയിൽ വിശ്വാസികൾക്ക് മധ്യേ വരുന്ന ഒരു മധ്യസ്ഥ എന്നുള്ള നിലയിൽ മറിയത്തെ അവർ മഹത്വവൽക്കരിച്ച് വചനത്തിൽ പറയുന്നതിനേക്കാൾ അധികമായി വലുതാക്കി വിശ്വാസികളുടെ മനസ്സിൽ തിരുകി കയറ്റി ദൈവത്തോടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റവറൻ ഡോക്ടർ ജോസഫ് എറമ്പിൽ VC ഡിവൈൻ വോയിസിൽ 2002 ഡിസംബർ ലക്കത്തിൽ പറയുന്നു, പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തി ഒരേ സമയം ദാനവും അവളുടെ അവകാശവുമാണ്. നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിലൂടെ ഉണ്ണിയേശു തന്നെ അമ്മ എങ്ങനെ പരിപാലിക്കും, ശ്രദ്ധിക്കും, അഭയം തരും എന്ന് വെളിവാക്കുന്നുണ്ട്. ആ ചിത്രത്തെപ്പറ്റി പറയുന്ന കഥയാണിത്. ഒരിക്കൽ ഉണ്ണിയേശു ഉദ്യാനത്തിലൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ 2 പേർ മാലാഖമാർ അവിടെ കടന്നു വന്നു. ഒരാൾ കുരിശും ആണിയും മറ്റേയാൾ കുന്തവും നീർപ്പഞ്ഞിയും ഞാങ്ങണയും വഹിച്ചിരുന്നു. ഇത് കണ്ട് ഉണ്ണി ഭയന്നു. വേഗം അമ്മയുടെ പക്കലേക്ക് ഓടി. അതിനിടെ ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയി. ഉണ്ണിയേശു അമ്മയുടെ വലതുകരത്തിൽ തൻ്റെ 2 കരങ്ങളും മുറുകെ പിടിച്ചു. അപ്പോഴേക്കും അമ്മ കുഞ്ഞിനെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി മാറോട് ചേർത്ത് വെച്ചു. പരിശുദ്ധ അമ്മയിലേക്ക് ഓടുന്നവർ തട്ടി വീഴില്ല, മറിച്ച് അവളുടെ ഇടനെഞ്ചിൽ ഭദ്രമായിരിക്കും. അവൾ തന്നെ വിളിക്കുന്നവരുടെ സ്വരം കേട്ട് അവരുടെ അരികിൽ ഓടിയണയും, വാരിപ്പുണരും, മാറോട് ചേർക്കും, അവസാനം യേശുവിൽ എത്തിക്കും. നമ്മുടെ നാഥ ഭക്തിയുടെ മഹാത്മയവും നീതീകരണവും അത് അവളുടെ പുത്രനായ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. മറിയത്തെ എത്രയധികം നാം സ്നേഹിക്കുന്നുവോ അത്രയധികം ഈശോയെ നാം സ്നേഹിക്കുന്നു. മറിയം മനുഷ്യൻ്റെ പക്കലേക്കുള്ള ദൈവത്തിൻ്റെ വഴിയായിരിക്കുന്നത് പോലെ അവൾ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള മനുഷ്യൻ്റെ വഴിയുമാകുന്നു. അപ്പോൾ ഇവിടെ യേശുവിന് പകരം മറിയത്തെ വഴിയാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് മറിയത്തെ വഴിയും സത്യവുമൊക്കെ ആക്കുന്ന ഒരു രീതിയാണ് നാം ഇവിടെ കാണുന്നത് ഇത്രയും കഥകളിലൂടെ. വീണ്ടും അദ്ദേഹം തുടരുന്നു, മറിയത്തോടുള്ള നമ്മുടെ ഭക്തി മുഴുവനും ദൈവത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കണമെങ്കിൽ മറിയത്തിലൂടെയേ പറ്റുന്നുള്ളൂ എന്നാണ്. അതിനാൽ അത് ഒരിക്കലും നമ്മെ വഴിതെറ്റിക്കില്ല. വാസ്തവത്തിൽ അവിടെ തന്നെ നമ്മൾ വഴിതെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. യേശുവിനെ വിട്ട് വേറൊരു മധ്യസ്ഥം സ്വീകരിക്കുന്നതിൽ നമ്മൾ വഴിതെറ്റിക്കിടക്കുകയാണ്. പക്ഷേ വഴിതെറ്റിക്കില്ല എന്ന് പറയുക. പരിശുദ്ധ മറിയം അവളുടെ എല്ലാ മക്കളെയും
അവർ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും പിതാവിൻ്റെ പക്കലേക്കുള്ള പാതയിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. അങ്ങനെ വളരെ വികാരപരമായിട്ടുള്ള അനേകം കഥകളാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിലൂടെ ആളുകളെ വൈകാരികമായി മറിയം എന്നുള്ള ആ ഒരു ബിംബത്തിലേക്ക് അടുപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് നടത്തുമെന്നുള്ള ഒരു കഥ പറഞ്ഞ് വചനവിരുദ്ധമായ രീതിയിൽ ആളുകളെ വഴിതെറ്റിക്കുന്ന വളരെ തന്ത്രപരമായൊരു നീക്കമാണ് നാം ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട് യേശുവുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൂടാ? ഇങ്ങനെ ഇത്തരം എത്രയോ കഥകളെയും ഊഹങ്ങളെയും വിശ്വാസമാക്കി മാറ്റുന്ന തെറ്റുകളാണ് ഇവർ കത്തോലിക്കാ സഭയിൽ ചെയ്യുന്നത്. കഥകളല്ലേ, വെറും അനുമാനങ്ങളല്ലേ, അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങളല്ലേ ഇതെല്ലാം. എല്ലാവരും ദൈവവചനത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ക്രൈസ്തവ വിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഓരോ അടിസ്ഥാന കാര്യങ്ങളും തീരുമാനിക്കുവാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കഥകൾ, കെട്ടുകഥകൾ ഒന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ തെറ്റ്, ശരി, സത്യമായ വിശ്വാസം, അസത്യങ്ങൾ എന്നിവയെല്ലാം തീരുമാനിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.